ഇന്ത്യ ഇപ്പോൾ ഭീകരവാദികളുടെ പ്രവർത്തനങ്ങളുടെ ഫലമായി എതിർ പ്രവർത്തനങ്ങളുടെ രാജ്യത്തിന്റെ യശസ് ഒന്നുകൂടി പ്രകടമാക്കി കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സുൽത്താനുൽ ഉലമ ഉസ്താദ് അവറുകളുടെ ഇന്നലത്തെ പ്രസ്താവന ഇന്നത്തെ സിറാജ് പത്രം കൊടുത്തിട്ടുണ്ട്. പഹൽഗാം ഭീകരാക്രമണവും അതിന്റെ വഴിയെ വന്ന മറ്റു പ്രത്യാക്രമണങ്ങൾ എന്ന് പറഞ്ഞുകൂടാ പ്രതികരണങ്ങളും എങ്ങനെയാണ് ഈ പ്രസ്ഥാനം നോക്കിക്കാണുന്നത് എന്നതിനുള്ള കൃത്യമായ മറുപടി സുൽത്താനുൽ ഉലമയുടെ പ്രസ്താവനയിലും പ്രതിപാദനങ്ങളിലുമുണ്ട്. നിങ്ങളത് വായിച്ചിട്ടുണ്ടാകും. നമ്മളെല്ലാവരും സിറാജ് വായിക്കുന്നവരാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, പാകിസ്ഥാനോട് പറയുന്നത്, ഇന്ത്യ എന്ന വലിയ ആശയത്തെ അസ്ഥിരപ്പെടുത്താൻ പാകിസ്ഥാൻ എന്ന അയൽപക്ക ശത്രു രാജ്യത്തിന് സാധിക്കില്ല. എന്തുകൊണ്ട് സാധിക്കില്ല? പ്രസ്താവനകൾ ന്യായം വേണം, ആ ന്യായത്തിന് സ്ഥിരീകരണവും വേണം. ഇന്ത്യ അഭിമുഖീകരിച്ച ഏറ്റവും വലിയ ഭീകരാക്രമണമായിരുന്നു മഹാത്മജിയുടെ വധം. 1948 ജാനുവരി 30 ആ വേദനിപ്പിക്കുന്ന സംഭവം നടന്നത്. ആ ഭീകരാക്രമണം മൂലം ഇന്ത്യ അസ്ഥിരപ്പെട്ടില്ല. ഇന്ത്യ ദൈനംദിനം പുരോഗതിയിലേക്ക്, അതിന്റെ ആശയ മേഖലകളിലേക്ക് വികസിച്ചുകൊണ്ടിരുന്നു. പിന്നെയും ഭീകരാക്രമണങ്ങൾ ഉണ്ടായി. പാകിസ്ഥാൻ ഭീകരാക്രമണം നടത്തിയത് കഴിഞ്ഞ 30 വർഷമായി അമേരിക്കയ്ക്ക് വേണ്ടിയാണെന്ന് പാകിസ്ഥാന്റെ ഒരു മന്ത്രി ഇന്നലെ മെനിയാന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ പാകിസ്ഥാനോട് പറയാനുള്ളത്, നിങ്ങൾ ഭീകരാക്രമണം നടത്തണമെന്ന് നിങ്ങൾ ഉപദേശിക്കാൻ ഞങ്ങൾ ആരുമല്ല. പക്ഷെ നിങ്ങളോട് ഒന്ന് പറയാനുണ്ട്. ഒരു ഇസ്ലാമിക രാജ്യമെന്ന മേൽവിലാസത്തിൽ അറിയപ്പെടുന്ന നിങ്ങൾ രാഷ്ട്രീയ തെമ്മാടിത്തമായാലും ദേശീയ തെമ്മാടിത്തമായാലും അത് കാണിക്കുക വഴി പൊതു ലോകത്തിന്റെ മുമ്പിൽ അപഹസിക്കപ്പെടുന്നതും വിമർശിക്കപ്പെടുന്നതും പരിശുദ്ധ ഇസ്ലാം എന്ന റബ്ബിന്റെ വ്യവസ്ഥിതിയാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ ദുഷ്കൃത്യത്തിൽ നിന്ന് പിറകോട്ട് പോകണം. ഇന്ത്യയോട് ചൊറിയാൻ വന്നാൽ നിങ്ങൾ ഇന്നത്തെ തലമുറയുടെ ഭാഷയിൽ പറഞ്ഞാൽ വിവരം അറിയുമെന്ന് മാത്രമല്ല, അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇന്ത്യ അസ്ഥിരപ്പെടുത്താൻ കഴിയില്ല. ഇന്ത്യയിലെ ജനങ്ങൾ ഒന്നാണ്. ഇന്ത്യയിൽ പലവിധ ജനങ്ങളുണ്ട്. ഇന്ത്യ എന്ന ആശയത്തിൽ ഈ ജനത ഒന്നാണ്. ആ ഒന്നാണെന്നതിന്റെ തെളിവാണ് ഒരൊറ്റ പേര്, സയ്യിദ് ആദിൽ ഹുസൈൻ ഷാ. വേറെ 2 പേരുണ്ട്, സമീർ, മുസാഫിർ. സമീറിനെയും മുസാഫിറിനെയും കുറിച്ച് പരിചയപ്പെടുത്തിയത് ആരതിയാണ്. ആരതിയുടെ അച്ഛൻ അവിടെ വീരവൃത്തി വരിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇടപ്പള്ളി സ്വദേശിയാണ്, കേരളീയനാണ്. അപ്പോ പറഞ്ഞതിന്റെ ചുരുക്കം, മതമെന്ന് നോക്കി ഇസ്ലാമിനെ അപഹസിക്കുക എന്ന ഉദ്ദേശ്യത്തോടുകൂടി ഭീകരാക്രമണത്തിന്റെ കുപ്പായം ഇസ്ലാമിനു മേലോ മുസ്ലിങ്ങൾക്ക് മേലോ ആരെങ്കിലും ചാർത്തുന്നുണ്ടെങ്കിൽ അക്കുപ്പായത്തിനു പറ്റിയ ഒരൊറ്റ മേനിയും ഇസ്ലാമിക പ്രസ്ഥാനത്തിനകത്തില്ല. ഇസ്ലാം വളരെ വിശാലമാണ്. ഇസ്ലാം വളരെ സുന്ദരമാണ്. പലതവണ നിങ്ങൾ കേട്ടതാണ്. കേട്ടതൊന്നും ആവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് പറയുന്നു, നാം കേരളീയ സമൂഹം, ഇന്ത്യൻ ജനത ഒന്നിച്ചു നിന്ന്, മനുഷ്യർക്കൊപ്പം നിന്ന്, മാനവികതയ്ക്ക് വേണ്ടി, മനുഷ്യത്വത്തിന് വേണ്ടി, മതങ്ങൾക്ക് വേണ്ടി, അതിലുപരിയായി ഇന്ത്യക്ക് വേണ്ടി നിലകൊള്ളുക.